അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ആള് എൻ്റെ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹക്കീം എന്ത് കാര്യം വെച്ചിട്ട് ഈ ഫോട്ടോ ഇട്ടേക്കണേ ഒന്ന് പറഞ്ഞു തരുമോ? ഹായ് എവരിവൺ, എൻ്റെ പേര് കാരൽ. ഞാൻ ഓജിയുടെ കൂടെ കുറേ നാളായിട്ട് ഞാൻ വർക്ക് ചെയ്ത ഒരാളാണ്. ഞാൻ ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് ഇവിടെ വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ളതിൻ്റെ ഒരു കാരണം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ആള് എൻ്റെ കുറച്ച് ഫോട്ടോസ്, വീഡിയോസ്, AI ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഇമേജസ് ഇട്ടിട്ട് എൻ്റെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ് ദാറ്റ് യു ക്യാൻ സേ എനിത്തിങ് അബൌട്ട് എ വുമൻ ആൻഡ് ആരും ഒരു റിയാക്ട് അത് ചെയ്യില്ല. ഞാനിത് ഇങ്ങനെ ഒത്തിരി ഗേൾസിന് വരുമ്പോൾ ഞാനിത് അനുഭവിച്ചതാണ് പേഴ്സണലി. അവരവരുടെ ഫാമിലിയുടെ ഇമോഷണൽ സ്ട്രെസ്, ആ പെയിൻ, അത് ഒരാൾക്കും അത് മനസ്സിലാകില്ല. അനുഭവിച്ച ആൾക്ക് മാത്രമേ അത് മനസ്സിലാകൂ. ഞാനത് അനുഭവിച്ച ഒരാളാണ്. ആ സ്ട്രെസ്, ആ ഇമോഷണൽ ട്രോമ ഇപ്പോൾ എന്നെ വിട്ടു പോയിട്ടുള്ളത് അതുപോലെ ഉണ്ട്. അതാ ഐ വിഷ് ഇങ്ങനെ ഒരു മനുഷ്യനും അത് വരാൻ പാടില്ല. ഞാൻ ഈ കാര്യം സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. എൻ്റെ ഫാമിലിയുടെയും സ്ട്രോങ് സപ്പോർട്ട് കൂടെ തന്നെയാണ് ഞാൻ മുമ്പോട്ട് വെച്ചേക്കുന്നത്. നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റത്തെ ഞാൻ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ദ പോലീസ്. അവർ എൻ്റെ കാര്യം 24 hours ഉള്ളിൽ തന്നെ അവരെൻ്റെ നോൺ പേയബിൾ FIR രജിസ്റ്റർ ആക്കിയിട്ട് അവർ കേസ് എടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം മാത്രമേ ലാസ്റ്റിൽ പറയാനുള്ളൂ. പ്ലീസ് ഇങ്ങനെ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആരെക്കുറിച്ചും ഇങ്ങനെ ഇടാൻ പാടില്ല. ദാറ്റ് ഈസ് അവരുടെ ഫാമിലിയും ഞങ്ങളും അനുഭവിക്കുന്ന ട്രോമ. പ്ലീസ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. താങ്ക് യു. ഏഷ്യാനെറ്റ് നടത്താൻ പോകുന്നുണ്ട്. ഇയാൾ ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ₹15,000 കൊടുത്തിട്ട് ഇയാളുടെ ബാറിൽ വിളിച്ചു വരുത്തിയുള്ള ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ പോകുന്നുണ്ട്. ഇയാൾ ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചു നാൾ മുമ്പ് മരടനീഷ് ഇന്റർനെറ്റിൽ വന്നിട്ട് ഇയാളുടെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയായിരുന്നു. ഇയാൾ അത് വെളുപ്പിക്കലും ഹക്കീമിന്റെ പഴയ കുറെ കേസും കാര്യങ്ങളും എടുത്തിട്ട് ഇയാളെ എടുത്തിട്ട് ഏഷ്യാനെറ്റ് മനോരമ റിപ്പോർട്ടർ ഇവർക്ക് ഇതിൻ്റെ അകത്തുള്ള റിപ്പോർട്ടേഴ്സിന് ₹15,000 കൊടുത്തിട്ട് ഇയാളുടെ ബാറിൽ വിളിച്ചു വരുത്തിയുള്ള ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ പോകുന്നുണ്ട്. ഇയാൾ ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചു നാൾ മുമ്പ് മരടനീഷ് ഇന്റർനെറ്റിൽ വന്നിട്ട് ഇയാളുടെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയായിരുന്നു. ഇയാൾ അത് വെളുപ്പിക്കലും ഹക്കീമിന്റെ പഴയ കുറെ കേസും കാര്യങ്ങളും എടുത്തിട്ട് ഇയാളെ സ്വന്തമായിട്ട് വെളുപ്പിക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ് കേരള ഘടകം കാണാൻ പോകുന്നത്. അതുകൊണ്ട് പരത്തിക്കോ നീ, എന്റെ വകയും കൂടെ നീ പറഞ്ഞു എന്തെങ്കിലും, കാരണം ഞാൻ വിടാൻ പോകും അടുത്ത വീഡിയോ. ഞാൻ
ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ട വേർഡ്സ് ആണ്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാനോ ആരെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ ആയിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസ് ആയിരുന്നു. ഇതൊരു സീരിയസ് സബ്ജക്റ്റാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ നാളായിട്ട് എന്നെക്കുറിച്ച് ഞാൻ ഡ്രഗ് ഡീലറാണ്, ഞാൻ ഡ്രഗ് കൊടുത്ത് പെണ്ണുങ്ങളെ കൊണ്ടുപോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കാര്യങ്ങൾ എനിക്ക് അഗൻസ്റ്റ് ഇടാറുണ്ട്. ഞാനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇട്ടോട്ടെ, അവരും ജീവിക്കട്ടെ, അവരുടെ വ്യൂവേഴ്ഷിപ്പ് കൂടും, അങ്ങനെയൊക്കെയുള്ള പറഞ്ഞ് ഞാൻ തീരെ റിയാക്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് എൻ്റെ ഒരു എംപ്ലോയിയുടെ പേരിൽ വളരെ മോശമായിട്ടുള്ള ഒരു വീഡിയോ ഈ ഹക്കീം എന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റ് ചെയ്തു. അത് ആ കുട്ടിയുടെ വീട്ടുകാരും ആ കുട്ടിയുടെ ഫ്രണ്ട്സും എല്ലാവരും എന്നെ വിളിച്ച് വളരെ ഒരു സാഡ് സീനായിരുന്നു അത്. നിങ്ങൾ കണ്ടു കാണുമല്ലോ. അവർക്ക് വ്യൂവർഷിപ്പ് കൂടാനും അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയല്ല. അവരെന്നെ യൂട്ടിലൈസ് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. ഞാൻ അതിന് റിയാക്ട് ചെയ്യാനും പോയില്ല. ഞാൻ ആദ്യമേ റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോഴെല്ലാവരും പറയുന്നത് യു ഷുഡ് ഹാവ് റിയാക്റ്റഡ്, ബിക്കോസ് അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇത് വരില്ല എന്നുള്ളതായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. ബട്ട് ഓക്കെ, അതിപ്പോൾ ഈ ടൈമായി റിയാക്ട് ചെയ്യാൻ. ഇപ്പം ഇവിടെ എല്ലാവരും പോണവനും എന്താ പറയുക, എല്ലാവരും ചുമ്മാ വ്യൂവർഷിപ്പ് കൂടാനായിട്ട് നമ്മളെ പറ്റി എന്തെങ്കിലും അടിയുക. അത് നിർത്തിയേ പറ്റും. അതിലുപരിയായിട്ട് ഒരു ഗേളിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ട് അവരുടെ ഫ്യൂച്ചർ പോലെ പരിപാടിയല്ലേ. ഞങ്ങളത് വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുകയും എൻ്റെ എംപ്ലോയി അത് കംപ്ലൈൻറ്റ് ചെയ്യും. സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് നോൺ ബെയിലബിൾ ഓഫൻസാണിത്. സെൻട്രൽ സ്റ്റേഷനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം, ഹക്കീമിനെതിരെ നോൺ ബെയിലബിൾ. ഓക്കെ, വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, നോൺ ബെയിലബിൾ ഓഫൻസ്. അത് നിങ്ങൾക്ക് സെൻട്രൽ സ്റ്റേഷനിൽ എപ്പോൾ ചെക്ക് ചെയ്താലോ കമ്മീഷണർ എടുത്ത് ചോദിച്ചാലോ അറിയാം. അത് FIR ഫയൽ ചെയ്ത് FIRന്റെ കോപ്പി എൻ്റെ കയ്യിലുള്ള. ഇതായിരുന്നു ഒരു ബോംബ്. അടുത്തത് മിസൈൽ ഞാൻ ഡൽഹിയിൽ നിന്ന് വിട്ടിട്ടുണ്ട് അടുത്ത ആൾക്ക്. അത് ഞാൻ പതുക്കെ ആക്കാം, മിസൈലല്ലേ വരും. അതാ, ഇത് പറ്റത്തില്ല. നോ, ദിസ് ഇസ് നോട്ട് റൈറ്റ്. ആർക്ക് നമ്മുടെ ഇന്ത്യയിൽ ഒരു സിസ്റ്റം ഇല്ല, ഒരു ഫോർമാറ്റ് ഇല്ല എന്ത് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത്. തൻ്റെ പേരെന്താ? ഞാൻ പേര് മറന്നു. ജെറീന. തൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് താൻ എങ്ങനെ റിയാക്ട് ചെയ്യും? തൻ്റെ വീട്ടുകാരെങ്ങനെ? തനിക്ക് ബ്രദർ ഉണ്ടെങ്കിൽ തൻ്റെ ബ്രദർ എങ്ങനെ റിയാക്ട് ചെയ്യും? ലീഗലി പോവും അല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞ്? നമ്മൾ ലീഗലി മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ തൻ്റെ ആൻസർ കൊള്ളാം. വേറെ ചുരുക്കുള്ള പിള്ളേരുണ്ടെങ്കിൽ ഉണ്ടല്ല, ലീഗലി മാത്രമല്ല വേറെ പലത്തിലും പോകും. അതാ, സ്വന്തം പെങ്ങളെ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ സംശയമില്ല. ഞങ്ങൾ ലീഗലി മാത്രമേ പോകുന്നുള്ളൂ. അത് എവിടെ വരെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാലും വീൽ ഗോ. അത് എത്ര അറ്റം വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ ലീഗലി പോകും, അത് തീർച്ച. സോ ഇതൊന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യണം. പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രവണത നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഒരു ഫീമെയിലിന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഓരോ കാര്യങ്ങൾ അടിച്ചിട്ട് നമുക്കൊരു ലീഗൽ സിസ്റ്റം ഉണ്ട്. സോഷ്യൽ മീഡിയ ഇസ് നോട്ട് കോടതി. നമുക്ക് പോലീസിൻ്റെ ഇതുണ്ട്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു പ്ലീസ് കംപ്ലൈൻറ്റ് ടു ദ പോലീസ്. ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പോലീസ് ഉണ്ട് ഇവിടെ. ലെറ്റ് ദം ടേക്ക് ഓവർ. അല്ല, നിങ്ങളല്ല ഒരാളെ കുറിച്ച് പബ്ലിക്കായിട്ട് ഇടണേ. എനിക്ക് ഡാമേജ് വരാത്ത കാരണം കുഴപ്പമില്ല. എൻ്റെ ഫ്രണ്ട്സിന് എന്നെ അറിയാം, എൻ്റെ ഫാമിലിക്ക് അറിയാം, എൻ്റെ പിള്ളേർക്ക് അറിയാം.
ഞാൻ ഇങ്ങനെയാണ്, മനസ്സിലായല്ലോ? സോ ദേ ട്രസ്റ്റ് മീ. ഒന്ന് ആലോചിച്ച്, വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്തൊക്കെയാ എഴുതിയേക്കുന്നത്, അങ്ങ് അടിച്ചു വിട്ടേക്ക്. അപ്പൊ ആദ്യത്തെ ബോംബായി, രണ്ടാമത്തെ വരുന്നുണ്ട്, അത് ഒരാഴ്ചക്കുള്ളിൽ വരും. അത് ഇത് നിർത്തണം, നിർത്തിയേ പറ്റും, നിർത്തിക്കും. 101% നിർത്തിച്ചിരിക്കും. ആരുടെ എതിരാണെങ്കിലും, ഏത് ഗേൾസിൻ്റെ എതിരാണെങ്കിലും, അത് ആർക്ക് വേണ്ടിയില്ല, ഞാൻ തന്നെ അതിൻ്റെ ബാക്കിലുണ്ടാവും. അതിനകത്ത് എൻ്റെ സ്റ്റാഫ് എന്നുള്ളതല്ല. ഇനി സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു ഗേളിനെ കുറിച്ച് അനാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, യെസ്, ദേ ക്യാൻ കോൾ മീ. ഐ വിൽ ബി സപ്പോർട്ട് ദം ഫോർ ഷുവർ. ലീഗലി എവിടെ വരെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ സപ്പോർട്ട്, അത് തീർച്ച. സോ ഈ ഇങ്ങനത്തെ ഒരു സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ എല്ലാവരും വിളിച്ചത്. നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഒരു യൂട്യൂബർ പറഞ്ഞു കേട്ടില്ലേ, അയാളുടെ ഇമാജിനേഷൻ പോയ പോക്ക് ഉണ്ടാവും. ഏതാ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ മാതൃഭൂമി എല്ലാവരും 15,000 കൊടുത്തിട്ട് വിളിപ്പിച്ചേക്കുന്നത് ഇവിടെ എൻ്റെ ബാറിൽ. എന്ത് തിങ്കിങ് അത്? ഐ ഡോണ്ട് നോ. ഞാനൊരു പത്രത്തിൻ്റെ ഡയറക്ടറായിരുന്നു 10 കൊല്ലം. ഞങ്ങളതിങ്ങനെ വി കാൻ തിങ്ക് ലൈക്ക് ദിസ്. അല്ല, നിങ്ങളാരെങ്കിലും ഞാൻ പൈസ കൊടുത്തിട്ട് വിളിച്ചിട്ട് വന്നതാണ്? അല്ലല്ലോ. സോ ജസ്റ്റ് ഇമാജിൻ, അവർ തിങ്കിങ് പോണേ, അവരെങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യണേ. ഐ ഡോണ്ട് നോ വാട്ട്, എന്താണ് അവരുടെ മൈൻഡ് സെറ്റ് എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അവർ കയറട്ടെ, അവരുടെ, ഞാൻ പറയുന്നില്ല അവരുടെ എന്താ വ്യൂവർഷിപ്പ് കൂടട്ടെ, എന്ത് വേണമെങ്കിലും ആവട്ടെ. ബട്ട് ഒരാളെ വിക്ടിമൈസ് ചെയ്ത്, ഒരു പെണ്ണിനെ വിക്ടിമൈസ് ചെയ്ത് കാശ് ഉണ്ടാക്കാന്ന് പറയുന്നത് അതൊരു ചീപ്പ് പരിപാടിയാണ്. അത് നമ്മൾ ലീഗലി പോകും. അത് ആദ്യത്തെ സ്റ്റെപ്പാണ്, നോൺ ബെയിലബിൾ ഒഫൻസ് കേട്ടോ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് എല്ലാം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കുള്ള മുന്നറിയിപ്പാണ്. നമ്മൾ വിടത്തില്ല. ഇത് 3 years ഇംപ്രസ്മെൻ്റാണ് ഇതിന് കേട്ടോ. ഏത് ലോയർ ആരെ കൊണ്ടുവന്നാലും ഞാൻ ആ ശിക്ഷ മേടിക്കും, മേടിപ്പിച്ച് കൊടുത്തിരിക്കും, സംശയമില്ല. അതാ ഇത്. ദിസ് ഈസ് ഈ ഒഫൻസ് എന്ന് പറഞ്ഞാൽ 3 കൊല്ലം അകത്ത് കിടക്കണം. അതാ അല്ല, എവിഡൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് പോലീസ് ടുക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ഇനി മുതൽ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യും. അപ്പം ആർക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓൾവേസ് യു ക്യാൻ അപ്രോച്ച് മീ. അഡിയോസ് അമിഗോസ് എന്ന് പറയുന്നത് ഇതൊരു സീരിയസ് മീറ്റിംഗ് ആണ്, അത് കാരണം കേട്ടോ. സോ എന്തുകൊണ്ടാണ് സ്റ്റാഫിനെ എടുക്കാറുള്ളത്? കാരണം വെച്ചാൽ ഈ ഇഷ്യൂ ഒന്ന് വേണേൽ താങ്കൾ ടാർഗറ്റ് ചെയ്താണ് താങ്കൾക്കെതിരെയല്ലേ കണ്ടത്. ആസ്ക് ഹിം, യു ഹാവ് ടു ആസ്ക് ഹിം. എൻ്റെ അടുത്തല്ല അത് ചോദിക്കണ്ടേ, പ്ലീസ് ആസ്ക് ഹിം. അതുകൊണ്ടാണ് ലീഗലി പോയിരിക്കുന്നത് ഞങ്ങൾ. എന്നെപ്പറ്റി എന്തൊക്കെ അടിക്കണം, അടിക്കട്ടുള്ളൂ. എനിക്ക് ഞങ്ങൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള പവറുണ്ട്. വേറെ ആരെങ്കിലും സൂയിസൈഡ് ചെയ്യുള്ളൂ. ഒരു വീക്ക് മൈൻഡുള്ള ഗേളാണെങ്കിൽ സൂയിസൈഡ് ചെയ്യും. ഒന്ന് ആലോചിച്ചേ, ആ വീഡിയോക്ക് എത്ര ലക്ഷം പേരാ കണ്ടേക്കണേ. അവർക്കൊരു കല്യാണം വരണ്ടല്ലേ. അതാണ് അത് നിങ്ങൾ ചോദിക്കണം, എന്തടാന്ന്. ശരിയല്ലോ, നോട്ട് റൈറ്റ്. അല്ലെങ്കിൽ ഒരിക്കലും ഞാനൊരു മീഡിയയുടെ മുമ്പിൽ വരുന്ന ആളല്ല. എപ്പോഴും ബിഹൈൻഡ് ദ കർട്ടനാണ്. സിനിമ ഓടിക്കുമ്പോൾ പോലും ഒരു സ്റ്റാറിനൊപ്പം നിന്ന് ഞാൻ ഫോട്ടോ എടുക്കാറില്ല. ഓൾവേസ് ബിഹൈൻഡ് ദ കർട്ടൻ. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രസ് കോൺഫറൻസിൽ, ബിക്കോസ് ഇറ്റ്സ് നോട്ട് റൈറ്റ്. അത് ഇപ്പോഴേ ഇനി നിർത്തിയില്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയുടെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ വല്ലവൻ്റെയും പെണ്ണുങ്ങളുടെ ഇത് ചെയ്യുന്നത് ശരിയല്ല. അത് നിങ്ങളുടെ ഫീമെയിൽ റിപ്പോർട്ടേഴ്സ്, യു മസ്റ്റ് ആക്ട് അഗൈൻസ്റ്റ് ദിസ്. ഞാൻ എൻ്റെ എംപ്ലോയിയുടെ കാര്യമല്ല പറയണത്. യു മസ്റ്റ് സ്റ്റാർട്ട് എ ക്യാമ്പയിൻ. നോ, ബിക്കോസ് ഇന്ത്യയിൽ ഇതിനുള്ളൊരു ലീഗൽ സിസ്റ്റം ഇല്ല. ആർക്ക് വേണമെങ്കിലും ആര് വേണമെങ്കിലും തെറി പറയാം. നമുക്കൊരു ഫ്രെയിം വർക്ക് ഇല്ല. പ്യൂർലി എത്തിക്സ്. അപ്പൊ അതൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ. എനിത്തിങ് എൽസ്? ഇവിടെ അന്വേഷിക്കട്ടോ അവര്. പോലീസിൻ്റെ അടുത്ത് പറയേ, ഞാൻ നമ്പർ 8 ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ അടുത്ത് പറയാം. അത്രേ ഉള്ളൂ.
Who cares? ചുമ്മാ മാരുടെ അനീഷ് അയാൾ ഗുണ്ട, അയാളെ പിടിച്ചിട്ട് അതിനെന്തിനാ ഇതിന്റെ പുറകെ പോണേ? ഡിഫമേഷനൊക്കെ വരുന്നുണ്ട്, മിസൈൽ വലുത് വരുന്നുണ്ട്. ഇപ്പം OG എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരാള്, സംശയം എന്താ, ഞാൻ ലൈഫ് തന്നെ ജീവിക്കണം. പബ്ലിക് ചെയ്തോട്ടെ. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരാളെ എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന എല്ലാം അങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല, അവരവരുടെ ഇഷ്ടമാണ്, അവരുടെ ലൈഫാണ്. പക്ഷെ അങ്ങനെയുള്ളവർ പോലും പലര് താങ്കൾ ഒരു ഡ്രഗ് മാഫിയ നടത്തുന്നുണ്ട്, കൊച്ചിയിലുള്ള ഗേൾസിനെ ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, ഒരു അണ്ടർവേൾഡ് ആണ്. എനിക്കൊന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാം. ഞാൻ എന്താ പറയണേ? എടോ, ഞാൻ എൻ്റെ പാർട്ടിയൊക്കെ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട്, ബാക്കി എല്ലാവരെയും മാതിരിയല്ല. ഞാൻ എൻ്റെ പാർട്ടിയിൽ ഞാൻ ഡ്രിങ്ക് അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട്. ഐ എം വെരി വെരി ഓപ്പൺ. എൻ്റെ ഇവിടെ പാർട്ടി ഇടയ്ക്ക് ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. എൻ്റെ തറവാടിനെ കുറിച്ച് ഒരുത്തൻ എഴുതിയേക്കണമെന്നാണ് എന്തും. അത് എൻ്റെ അമ്മയുടെ 175 കൊല്ലം പഴക്കമുള്ള തറവാടാണ്. അവിടെ എൻ്റെ പനങ്ങാട് പോയി അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പനങ്ങാടുകാർ പറഞ്ഞാൽ നല്ല കാര്യം. സോ ജസ്റ്റ് ഇമാജിൻ, അത് ഞങ്ങളുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യണതല്ലേ. ചുമ്മാ അടിക്കും ഡ്രഗ് പാർട്ടി. വാട്ട് യു മീൻ ബൈ ഡ്രഗ്? ഞങ്ങൾ ഡ്രിങ്ക് അടിക്കുന്നുണ്ട്, തീർച്ച. ഇത് കള്ളക്കച്ചവടം നടത്തുന്ന സ്ഥാപനമാണ്. ഞങ്ങൾ ഡ്രിങ്ക് അടിക്കുന്നുണ്ട്. എൻ്റെ പാർട്ടിയിൽ ഡ്രിങ്ക്സ് ഉണ്ട്, 100% ഉണ്ട്. അത് ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു പാർട്ടി, ഒരു പ്രൈവറ്റ് പാർട്ടി എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടോ? ഞാനിടും, എനിക്കൊരു കുഴപ്പമില്ല. ഐ എം വെരി പബ്ലിക്. പൊളിറ്റീഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ പബ്ലിക്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ ഐ എം വെരി പബ്ലിക് ആൻഡ് ഐ എം വെരി ഓപ്പൺ. എൻ്റെ പാർട്ടിയിൽ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് കണക്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്ന കാരണം ആ പിക്ചർ ഇട്ടിട്ട് അതെടുത്തിട്ട് വേറെ വ്യാഖ്യാനങ്ങളെ തന്നെ. നമ്മളെങ്ങോട്ടാ പോണേ? നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങോട്ടാ പോണേ? ഐ ഡോണ്ട് നോ. ജസ്റ്റ് ഇമാജിൻ, നമ്മൾ വീട്ടിൽ നാരോ മൈൻഡഡ് ആയിക്കോട്ടെ. ഞാനൊരു പാർട്ടി നടത്തി, അതൊരു ഹാപ്പി മൂഡ്, അതെല്ലാം കൂടി ഒന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, എല്ലാവരും ഹാപ്പി. ടക്ക് പറഞ്ഞു അടുത്തത് ഡ്രഗ് പാർട്ടി, ഇല്ലെങ്കിൽ ഇത്. ഐ ഡോണ്ട് നോ ഇതെന്താന്നുള്ളത്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ന്യൂഡ് ബീച്ചിൽ ജീവിച്ചിരുന്ന ഒരാളാണ്, മനസ്സിലായില്ലേ? 1977 or 78. നിങ്ങൾക്കൊന്നും അറിയാൻ പോലുമില്ല ഗോവയിൽ ന്യൂഡ് ബീച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ നോക്കുമ്പം ഐ ഡോണ്ട് നോ, ആൾക്കാരുടെ മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര പൊല്യൂട്ടഡ് ആവാൻ തുടങ്ങി. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ്. ഞങ്ങളൊക്കെ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒന്നും ഒളിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ, അത് ഗുഡ് ലൈഫ് ആൻഡ് ഗോ. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ പൊക്കോട്ടെ, എൻ്റെ കാര്യം വിടും. നെവർ വിത്ത് എ ഗേൾ, ഒരിക്കലും പാടില്ല. എനിക്കറിയാം, നിങ്ങൾക്ക് കൊള്ളണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയ്ക്കോ നിങ്ങളുടെ സിസ്റ്ററിനോ ഇത് വന്നാൽ നിങ്ങൾക്ക് കൊള്ളും, മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ റിയാക്ട് ചെയ്യും. അത് വരത്തല്ലേ, അത് വരാൻ പാടില്ല. ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വിളിച്ചത്. ഓൾവേസ് വെൽക്കം. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എത്താം. പറയാം, എനിക്കറിയില്ല. അല്ല, എവിടത്തെ ആരാന്ന് പോലും അറിയുന്നത്, ആരാന്ന് പോലും അറിയില്ല. ആയിക്കോട്ടെ, അൺമീൻ ഫേക്ക് ആണ് എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല. എൻ്റെ സുഹൃത്ത് 3 മാസത്തുള്ള സുഹൃത്താണ്. ഞാനൊരു കാര്യം ചോദിച്ചു, ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളെ കണ്ടു. നിങ്ങൾ നാളെ വന്ന് നമ്മളായിട്ട് ഇഫ് യു ആർ ഗുഡ് ടു മീ, ഐ ആം ഗുഡ് ടു യു. യു ആർ മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെയോ എൻ്റെ സ്റ്റാഫ്, അത് ഫീമെയിൽ സ്റ്റാഫ്, അങ്ങനെ വരുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും. അൺവിന് ഐ ഡോണ്ട് റിയാക്ട്. ദാറ്റ് ഈസ് ഹിസ് പ്രോബ്ലം. ഐ ഡോണ്ട്. എനിക്കറിയില്ല, പുള്ളിയോട് ചോദിക്കുക. എന്നെ ഇവിടുത്തെ എല്ലാവരും അറിയും, എല്ലാ വലിയ ഗുണ്ടകളും എല്ലാവരും എന്നെ അറിയും. ഓക്കെ, മരുടെ അനീഷിനെ എന്നെ അറിയാം. അതെന്താ റീസൺ? ഐ ഡോണ്ട് നോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹക്കീം എന്ത് കാര്യം വെച്ചിട്ട് ഈ ഫോട്ടോ ഇട്ടേക്കണേ ഒന്ന് പറഞ്ഞു തരുമോ? പറയോ? കറക്റ്റ്, കറക്റ്റ്. വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. ഐ ഫുള്ളി അഗ്രി വിത്ത് യു. എടോ, എനിക്ക് അതിനുള്ള സമയമുള്ളൂ. ഞാൻ കോടതിയിൽ പോകണം. എനിക്ക് ഐ എം
ടോട്ടലി ബിസി. ഞാൻ 10-12 വേർട്ടിക്കലിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ. മനസ്സിലായല്ലോ? ഞാൻ ഫുൾ ടൈം ട്രാവലിംഗ് ആണ്. എനിക്ക് അതിന് പുറകെ പോകാൻ ടൈമില്ല. ആൻഡ് എൻ്റെ ഫ്രണ്ട്സിനെ എന്നെ അറിയാം, എൻ്റെ ഫാമിലിക്ക് എന്നെ അറിയാം. ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്നറിയാം. പിന്നെ ഞാനിതിന് ബോധറിയണേ, അതായിരുന്നു എൻ്റെ മനസ്സിൽ. ഇപ്പം ഞാനത് മാറി. എന്താ കാര്യം എന്ന് വെച്ചാൽ ദേ ഓൾ സ്റ്റാർട്ടഡ് അറ്റാക്കിങ് മൈ എംപ്ലോയീസ്, എൻ്റെ ഫ്രണ്ട്സ്. ഇതൊക്കെ ഒരുപക്ഷെ താങ്കളുടെ സോഷ്യൽ മീഡിയയിലെ ലൈഫ് കൊണ്ട് അസൂയപ്പെട്ട് ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ ഡാൻ ബ്രസീലിയനും അതേമാതിരി എത്രയോ ആൾക്കാർ എന്നെക്കാളും ഭയങ്കര സ്റ്റൈലിൽ ജീവിക്കുന്നു. അങ്ങനെ അല്ലല്ലോ. ഞാനും ചെറുതായിട്ട് തുടങ്ങിയതാണ്. എൻ്റെ വീട്ടിൽ പൈസ ഉണ്ടായിരുന്നു അതൊക്കെ. പക്ഷെ ഞാൻ സെൽഫ് മെയ്ഡ് ആണ്. ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ. പണിയെടുത്ത് തന്നെ വലുതാക്കണം, അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് പൊട്ടി ഇത് ചെയ്തേക്കണതല്ല. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നില്ലേ, എൻ്റെ ക്ലാസ്മേറ്റ്സ് ഇവിടെ ഓട്ടോറിക്ഷക്കാരും ഉണ്ട്, അതുപോലെ ഇവിടുത്തെ മൾട്ടി മില്യണേഴ്സും ഉണ്ട്. ഞാനിപ്പോഴും അവരെ കാണുന്നത് ഒറ്റ കണ്ണിലാണ്. അല്ലാണ്ട് അവന് പൈസ ഉണ്ടെങ്കിൽ കൊള്ളാം, എൻ്റെ പൈസയിലേക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. ഒറ്റ കണ്ണിൽ കാണില്ല. ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം എന്തുകൊണ്ട് ഡിഫമേഷൻ കൊടുത്തില്ല എന്ന് വെച്ചത് എനിക്ക് എൻ്റെ ടൈമില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു, എം കെ ദാമോദരൻ സാറ്. എം കെ ദാമോദരൻ സാർ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ഒരു പട്ടി സോണിയാഗാന്ധിയെ കടിച്ച അത് ന്യൂസാണ്, അതൊരു സാധാരണക്കാരനെ കടിച്ച അത് ന്യൂസല്ല. അതിന് കുറേ വെയിറ്റ് ഉണ്ട്. മിക്കവാറും സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി സഖാവിനെ പിണറായി എന്ന് വിളിക്കാൻ കേപ്പബിൾ ഉള്ള ഒരു അഡ്വക്കേറ്റ് ജനറലായിരുന്നു. അതാ. സോ ഞാൻ ഇതാണ് ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. ഐ നെവർ ബോദർ. ആരെന്ത് ചെയ്താലും ഐ നെവർ ബോദർ. അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ പോലും ഇപ്പൊ നോർമൽ അലിഗേഷൻസ് ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. വേണമെങ്കിൽ വെച്ചാൽ പോട്ടെ, കുറച്ച് കഴിയുമ്പോൾ നിൽക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ അതുപോലെ ഇപ്പം മറ്റേ മോഡൽ പറഞ്ഞ എന്തെങ്കിലും എന്റെ ജീവൻ വരെ ആപത്തുണ്ട്, നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്നയാളാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എടോ ഞാനത് കണ്ടിട്ട് പോലുമില്ല. അതുപോലെ ആ മോഡൽ ആരാന്ന് എനിക്കറിയില്ല. ഞാനത് പറയണം, അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്യട്ടെ. എനിക്ക് അറിയില്ലടോ. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ അതെല്ലാം പറയണേ. ഞാൻ ഷോക്ക് ഡൗൺ ഓരോന്നൊക്കെ അഞ്ജലി റീമാദേവി അത് ഞാൻ പറയണേ. ഇതൊന്നും പോലീസിൽ കൊണ്ടുകൊടുക്കും എന്നിട്ട് അന്വേഷിക്കാൻ പറയും. ഈ കസേര കൊടുക്കാം, എന്നിട്ട് ഒന്ന് വിളിച്ചിട്ട് അവരടുത്ത് പ്രസ് കോൺഫറൻസും ഞാൻ പോലീസിനെ വിളിക്കാം ചെയ്യും. ഞാൻ അതാ പറയണേ. What I am saying is, if there is anything against me, please proceed. Please proceed. നിങ്ങൾ ചോദിച്ചില്ലേ അഞ്ജലി എന്തുകൊണ്ട് അഞ്ജലി? എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ. ഇതാണ് മൈൻഡ്. മനസ്സിലായല്ലോ? എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പറയാം. നല്ല ചോദ്യം. കറക്റ്റ്. എൻ്റെ ആ എംപ്ലോയിക്ക് എന്തോരം കാര്യങ്ങളുണ്ടായിട്ട് അലിഗേഷൻസ് വന്നാന്നറിയോ? കറക്റ്റ്. അതെ. ഞാനതിൽ പറഞ്ഞു, എനിക്കെന്ത് പബ്ലിക് ഇമേജ് ഇടോ? ഞാൻ പോയിട്ട് ഇലക്ഷൻ വെക്കുന്നില്ല, ഞാൻ ഒരിടത്ത് ഫ്രണ്ടിൽ വരുന്നില്ല. എനിക്ക് എൻ്റെ ബിസിനസ്, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഇറ്റ്. അല്ലാണ്ട് ഇത്ര വന്ന് ഞാൻ ഒരിക്കലും മുമ്പിൽ വന്നില്ല. ഇനി വരും കേട്ടോ. ഇനി യെസ് ഐ വിൽ ഫോർ ഷുവർ. ഇനി എന്തെങ്കിലും ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ വിൽ ഗോ. ലീഗലി ആണ് അത്, അതിൻ്റെതായ ലീഗൽ മാറ്റേഴ്സാണ് വരാൻ പോകുന്നത് കേട്ടോ. സോ അത് ചുമ്മാതല്ല. നിങ്ങൾ പറഞ്ഞല്ലോ, ഇനി ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരും ഓരോ കാര്യങ്ങൾ ഓരോ ലീഗൽ ഇതിൽ അനുഭവിക്കും. സംശയമില്ല. അത് എത്ര ലീഗൽ ടീം ഉണ്ടെങ്കിലും ഐ വിൽ ഗോ ബിഹൈൻഡ് ഇറ്റ്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പാണിത്, നോൺ ബെയിലബിൾ. ഓക്കെ, ഓൾറൈറ്റ്. താങ്ക് യു വെരി മച്ച്. എനിക്ക് എൻ്റെ കാര്യം സംസാരിക്കാനല്ലായിരുന്നു. ബട്ട് against girls, please stop posting unnecessary things against girls. Thank you.